നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധിച്ചു. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ തീരപ്രദേശത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതിനെ തുടർന്ന് വീണ്ടും ദുരന്തം. തിരമാലയിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങി. തൃക്കരിപ്പൂർ പടന്ന സംഘർഷം. CPM പടന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഒഴികെ വൻ വോട്ട് ചോർച്ച. കൂടുതൽ കുറവുണ്ടായത് മഞ്ചേശ്വരത്ത്. കാസർഗോഡ് ജില്ലയിൽ UDFന്റെ വോട്ട് വിഹിതം 22% കൂടി. NDAക്ക് 8.13% കൂടിയപ്പോൾ LDFന് 9.58% കുറവ്. കാസർഗോഡ് ജില്ലയിൽ 3 നഗരസഭകളിലും 19 പഞ്ചായത്തുകളിലും UDFന് ഭൂരിപക്ഷം. മത്സരിച്ച 5 MLAമാരിൽ 4 പേർ കന്നിക്കാർ. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് 87-ലെ സുവർണ കാലത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ഘടക കക്ഷികൾ തമ്മിലുള്ള ഏകോപനവും വിജയത്തിൽ നിർണായകമായെന്നും PK ഫൈസൽ. വാർത്തകൾ വിശദമായി. പാചകവാതക വില വർധനവിനെതിരെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഹോട്ടൽ സമരം കാസർഗോഡ് ജില്ലയിലും പൂർണ്ണം. ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ടതിനെ തുടർന്ന് ജനങ്ങൾ വലഞ്ഞു. കൂടുതൽ ആളുകൾ ആശുപത്രി ക്യാൻറ്റീനുകളെയാണ് ആശ്രയിച്ചത്. സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് കാസർഗോഡ് നഗരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രകടനം നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് K രഘുവീർ പൈ, സെക്രട്ടറി ബിജു ചുള്ളിക്കര, നാരായണ റൈ, ശ്രീധര ഉപ്പള, പ്രകാശൻ, K അജേഷ് നുള്ളിപ്പാടി, മുഹമ്മദ് ഗസാലി, രാജൻ കളക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുയോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അച്യുതൻ നവരത്ന ഉദ്ഘാടനം ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒന്നല്ല, ഇതിൻ്റെ അപ്പുറം വരാൻ പോകുന്ന ഇതിപ്പോൾ പെട്രോളിനും ഡീസലിനും കൂട്ടാ. അപ്പോൾ ഇതിലപ്പുറമായിരിക്കും സാധനങ്ങൾ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷയായാലും മറ്റു വാഹനങ്ങളായും വാനായാലും എന്തിനും കൂടിക്കൂടിയിട്ട് വരികയ്യ. വീടിയൊന്നും നിൽക്കില്ല. ഇപ്പോൾ ഇത് കൂടിയതിൻ്റെ അന്ന് രാത്രി തന്നെ പല ചാനലുകളും പറയുന്നത് ഞാൻ വരാൻ പോകുന്നതെന്ന് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇത് നടത്തേണ്ട സമ്പന്നർക്ക് മാത്രം
5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലുകൾ മാത്രം നടത്തിയാൽ മതി എന്നാണോ ഗവൺമെൻറ്റിൻ്റെ വിചാരം? എണ്ണ കമ്പനീൻ്റെയും അവർക്കിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ 5000 റുപ്യാലും എടുത്തിട്ട് കച്ചവടം ചെയ്യാൻ കഴിയും. ഇവിടെ 15 റുപ്യയും 12 റുപ്യയും 14 റുപ്യയും വെച്ചിട്ടുള്ള ചായയും കടികൾക്ക് കൊടുക്കുന്ന ഒരു സാധാരണക്കാരൻ ഹോട്ടലുകാരൻ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇത് എന്തൊരു നീതിയാണ്? ഇതെന്തൊരു ന്യായമാണ്? ഈ വെയിലത്ത് നടത്തിയ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണക്കാട്ടിക്കാരും എന്തിനു വേണ്ടിയിട്ട് ഈ ഹോട്ടലുകാരെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം 5 മാസമാണ് നമ്മളെക്കാരൻ ഏതാണ്ട് നേരെ ഡബിളായി. ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യൻ ഇരിയണ്ണി സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി നാരായണ പൂജാരി, ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ അബ്ദുല്ല താജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് എ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശോഭാ ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ തീരപ്രദേശത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് വീണ്ടും ദുരന്തത്തിന് കാരണമായി. കടൽ കാണാനെത്തിയ കുടുംബത്തിലെ 3 കുട്ടികൾ തിരമാലയിൽപ്പെട്ട സംഭവത്തിൽ 6 വയസ്സുകാരൻ മരിച്ചു. കർണാടക സ്വദേശി മുഹമ്മദ് ഗൌസിന്റെ മകൻ ഫൈസാനാണ് ചികിത്സയിലിരിക്കെ മംഗളൂരുവിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയ കുടുംബം കടൽ തീരം കാണാൻ എത്തിയതായിരുന്നു. കുട്ടികൾ തിരമാലയിൽപ്പെട്ട് കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. 3 കുട്ടികളെയും സാഹസികമായി കരയ്ക്കെത്തിച്ച് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഫൈസാനെ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 കുട്ടികൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മഞ്ചേശ്വരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നുവരുന്ന കുണ്ടുകൊളക്കെ ബീച്ചിൽ ലൈഫ് ഗാർഡുകളുടെ സേവനമോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. മുൻപും സമാനമായ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പടന്ന സംഘർഷം. CPM പടന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെ UDF പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. സന്ദീപ് വാര്യരുടെ വിജയാഘോഷ പരിപാടിക്കിടെയായിരുന്നു സംഘർഷം ഉണ്ടായത്.
നിയുക്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് വലിയ പറമ്പിൽ നടത്തിയ റോഡ് ഷോക്ക് നേരെയുണ്ടായ കല്ലേറിനെ തുടർന്ന് പടന്ന കടപ്പുറത്തുണ്ടായ സംഘർഷത്തിൽ CPM കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമം. തകർന്ന ഓഫീസുകൾ LDF, UDF നേതാക്കൾ സന്ദർശിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം തൃക്കരിപ്പൂരിലെ ബീരിച്ചേരിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വലിയപറമ്പ് പഞ്ചായത്തിലെ പടന്നാക്കടപ്പുറത്ത് രാത്രി 8:45 എത്തിയപ്പോഴാണ് സംഘർഷം ഉടലെടുത്തത്. റോഡ് ഷോയ്ക്ക് നേരെ ഇരുട്ടിൽ നിന്നുണ്ടായ കല്ലേറിനെ തുടർന്ന് LDF, UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. പടന്നാക്കടപ്പുറത്ത് റോഡ് ഷോയ്ക്ക് വഴിയൊരുക്കി നൽകുന്നതിനിടയിൽ വലിയപറമ്പിലെ UDF നേതാവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയുമായ KK അമീനിന് കല്ലേറിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. തുടർന്ന് പടന്നാക്കടപ്പുറത്തെ CPM ഓഫീസായ PP ദാമോദരൻ സ്മാരക മന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. സംഘർഷം പടരുന്നതിനിടയിൽ പടന്നാക്കടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസായ TV കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിന് നേരെയും അക്രമം നടന്നു. ഓഫീസിന് പുറത്ത് കസേരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ അടിച്ച് തകർത്തു. ജനൽ ചില്ലുകളും കല്ലേറിൽ തകർന്നു. അക്രമം നടന്ന CPM ഓഫീസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ നേതാക്കൾക്കൊപ്പം സന്ദർശിച്ചു. ജനവിധിയെ നമ്മൾ അംഗീകരിക്കും, പക്ഷെ അക്രമം വെച്ച് ഓർപ്പിക്കില്ല. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വളരെ ആസൂത്രിതവും ബോധപൂർവമായിട്ടുള്ള കടുത്ത അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് UDFൻ്റെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ്. ഒന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ളതിൽ പുതിയ ജനപ്രതിനിധികളുണ്ട്. ഒരു ജനപ്രതിനിധി ഒരു സ്ഥലത്ത് സംഘർഷം ഒഴിവാക്കി സമാധാനപരമായിട്ടൊരു ജീവിതം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിന് പകരം സംഘർഷം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകി അവിടെ വെച്ച് പരസ്യമായ ആളുകളെ വെല്ലുവിളിക്കുകയാണ്. അത് നമ്മുടെ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇന്നിവിടെ നടന്ന ഈ ആഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ ഉപയോഗിച്ച കല്ല് തന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ശേഖരിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം വളരെ പ്രീ പ്ലാനിങ് ആയിട്ടാണ് ഇന്നത്തെ അക്രമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് സ്വാധീനത്തിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങിയ ഈ നാടിൻ്റെ അവസ്ഥയൊന്നും. അതുകൊണ്ട് അക്രമത്തിന് ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പോലീസ് അധികാരികളായാലും അത്തരം സംവിധാനങ്ങളും അതിശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. UDFൻ്റെ നേതൃത്വം, ലീഗിൻ്റെ നേതൃത്വത്തോട് പറയാനുള്ളത് സംയമനം പാലിക്കാനും അണികളെ നിലക്ക് നിർത്താൻ ആവശ്യമായിട്ട് ശക്തമായ ഇടപെടൽ നടത്തുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. എല്ലാ പാർട്ടീൻ്റെ ആളുകളുണ്ട്. എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും പല രീതിയിലുള്ള സ്വഭാവത്തിലെ ആളുകളുണ്ടാകും. എല്ലാവരും ക്ഷമിച്ചൊന്നും വരില്ല, സഹനശേഷി ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ വലിയൊരു കലാപത്തിലേക്കും കുഴപ്പത്തിലേക്കും നാട് പോകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്, പ്രത്യേകിച്ച് ജനപ്രതിനിധികളാണ്. ആ ജനപ്രതിനിധികളാണ് ഇവിടെ പരസ്യമായിട്ട് ഈ കലാപത്തിന് ആഹ്വാനം നൽകിയെന്നുള്ളതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ശക്തമായി പ്രതിഷേധിക്കാനും മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അക്രമത്തിൽ തകർന്ന പടന്നാക്കടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസ് നിയുക്ത MLA സന്ദീപ് വാര്യരും UDF ജില്ലാ നേതാക്കളും സന്ദർശിച്ചു. ഇന്നലെ UDFൻ്റെ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് നടന്ന റോഡ് ഷോയ്ക്കിടെ പടന്നക്കടപ്പുറത്ത് വെച്ച് CPMൻ്റെ ഒരു കേന്ദ്രത്തിൽ വെച്ച് ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമാണ് ഉണ്ടായത്. അവിടെ CPM പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ടെന്നും അവിടെ UDFൻ്റെ ആഹ്ലാദത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യം അറിയിക്കുകയും ഞാൻ തന്നെ രാവിലെ SP-യുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫോഴ്സ് ആവശ്യമായി വരുമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ പോലീസിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ CPM ആക്രമികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അത് പ്രിവെൻറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ചില പ്രവർത്തകർക്ക് വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. വലിയ തോതിലുള്ള കല്ലേറാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. UDFൻ്റെ പ്രവർത്തകർക്ക് നേരെ നടന്നിട്ടുള്ള ഈ അറ്റാക്കിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ അനുവദിക്കാൻ പോകുന്നില്ല. അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ വല്ലാത്ത ഫ്രസ്ട്രേഷനിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി CPM മുതിരുന്നതെങ്കിൽ അവരുടെ നേതൃത്വം തന്നെ ഇടപെട്ട് തടയുന്നതാണ് ഏറ്റവും മാന്യമായ നിലപാട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ വേണ്ടി വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഒഴികെ വൻ വോട്ട് ചോർച്ച. മഞ്ചേശ്വരത്ത് ഇടത് വോട്ടുകളിൽ വൻ കുറവുണ്ടായത്.
ജില്ലയിൽ ആകെയുള്ള 5 നിയോജക മണ്ഡലങ്ങളിൽ 4ഇടത്തും LDFന് 2021 അപേക്ഷിച്ച് വോട്ട് ചോർച്ചയുണ്ടായി. ഇടത് സ്വതന്ത്രൻ ഷാനവാസ് ബഹാദൂർ മത്സരിച്ച കാസർഗോഡ് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത്. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച INL സ്ഥാനാർത്ഥിക്ക് 28,323 വോട്ട് ലഭിച്ചപ്പോൾ ഇത്തവണ അത് 36,678 വർദ്ധിപ്പിക്കാനായി. 8,355 വോട്ടിന്റെ വർധനവുണ്ടായി. അതേസമയം UDF 13,100ഉം NDA 3,303 വോട്ടുകൾ വർദ്ധിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ മത്സരിച്ച മഞ്ചേശ്വരത്താണ് ഞെട്ടിക്കുന്ന വോട്ട് ചോർച്ച. കഴിഞ്ഞ തവണ ലഭിച്ച 40,639 വോട്ട് കേവലം 21,212 കുറഞ്ഞത്. 19,427 വോട്ടിന്റെ ഞെട്ടിക്കുന്ന കുറവ്. ജയാനന്ദയുടെ സ്വന്തം ബൂത്തിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ല. മഞ്ചേശ്വരം പഞ്ചായത്തിലെ വാമഞ്ചൂർ GLP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് 661 വോട്ട് ലഭിച്ചപ്പോൾ ജയാനന്ദയ്ക്ക് ലഭിച്ചത് 93 വോട്ട് മാത്രം. NDA സ്ഥാനാർത്ഥിക്ക് ഇവിടെ 164 വോട്ട് ലഭിച്ചു. പാർട്ടിയെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെയുള്ള വോട്ടർമാർ പൂർണ്ണമായി കൈയൊഴിഞ്ഞുവെന്നാണ് ഈ കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ UDF 31,190 വോട്ട് കൂട്ടി. NDAയ്ക്കും 2,683 വോട്ടിന്റെ വർധനയുണ്ട്. LDFന് കുറഞ്ഞ വോട്ടുകളിൽ കൂടുതലും ലഭിച്ചത് UDFനാണ്. എന്നാൽ ഭൂരിപക്ഷം 29,252 ഉള്ളതിനാൽ ഈ വോട്ടുകൾ കുറച്ചാലും UDF സ്ഥാനാർത്ഥി 9,825 വോട്ടിന് വിജയിക്കുമായിരുന്നു. ഉദുമയിൽ 4,601ഉം കാഞ്ഞങ്ങാട്ട് 4,695ഉം തൃക്കരിപ്പൂരിൽ 7,497ഉം വോട്ടുകൾ LDFന് കുറഞ്ഞു. UDFന് ഈ മണ്ഡലങ്ങളിൽ യഥാക്രമം 13,568ഉം 7,128ഉം 23,095 വോട്ടുകൾ കൂടി. NDAയ്ക്ക് ഉദുമയിലും കാഞ്ഞങ്ങാട്ടും യഥാക്രമം 6,539ഉം 5,493 വോട്ടുകൾ കൂടിയപ്പോൾ തൃക്കരിപ്പൂരിൽ 3,124 വോട്ട് കുറഞ്ഞു. മറ്റിടങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ BJPയിൽ നിന്നുള്ളവരാണെങ്കിൽ ഇവിടെ 2020യാണ് മത്സരിച്ചത്. തൃക്കരിപ്പൂരിൽ LDFൽ നിന്നും NDAയിൽ നിന്നും വോട്ട് ചോർന്നു. LDF വോട്ട് സന്ദീപ് വാര്യർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹമായതിനാൽ NDA വോട്ട് എവിടേക്ക് പോയെന്ന് വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ UDFന്റെ വോട്ട് വിഹിതം 22% കൂടി. NDAക്ക് 8.13% കൂടിയപ്പോൾ LDFന് 9.58% കുറവുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2021 അപേക്ഷിച്ച് വോട്ട് വിഹിതം കുത്തനെ ഉയർത്തി UDF. ആകെ 2 നിയമസഭാ സീറ്റുകളായിരുന്നത് 4 ഉയർത്താൻ ഇത് മുന്നണിയെ സഹായിച്ചു. LDFന്റെ വോട്ട് വിഹിതം ഇടിയുകയും ചെയ്തു. 3 സീറ്റുകളുണ്ടായിരുന്നത് 1 കുറയ്ക്കാൻ ഇത് കാരണമായി. NDA വോട്ട് വിഹിതം കൂട്ടിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ 20.71% എന്ന വോട്ട് വിഹിതം ഇത്തവണയും നിലനിർത്താൻ അവർക്ക് സഹായകമായി. 2021 UDFന് 3,11,886 വോട്ടാണ് ലഭിച്ചത്. ഇത്തവണ 3,99,967 ഉയർന്നു. 88,081 വോട്ടിന്റെ വർധന. 22.02%. എന്നാൽ LDFന് 3,18,392 വോട്ട് ലഭിച്ചത് ഇത്തവണ 2,90,551 വോട്ടായി കുറഞ്ഞു. 27,841 വോട്ടിന്റെ കുറവ്. 9.58% ഇടിവ്. NDAയ്ക്ക് കഴിഞ്ഞ തവണ 1,68,299 വോട്ട് ലഭിച്ചെടുത്ത് ഇത്തവണ 1,83,193 ഉയർന്നു. 14,894 വോട്ട് കൂടി. 8.13% വർധന. ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ 2021 അപേക്ഷിച്ച് ഇത്തവണ 43,651 വോട്ടുകൾ കൂടിയിരുന്നു. അന്ന് 10,59,967 വോട്ടർമാരുണ്ടായിരുന്നത് ഇത്തവണ 11,03,618 ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് 87ലെ സുവർണകാലത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്ത് തലം തൊട്ട് ജില്ലാതലം വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതും UDFലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഏകോപനവും വിജയത്തിന് നിർണായകമായെന്നും PK ഫൈസൽ. സംസ്ഥാനത്തിനൊപ്പം കാസർഗോഡ് ജില്ലയിലും വൻ മുന്നേറ്റമുണ്ടാക്കി കോൺഗ്രസ് 87ലെ സുവർണകാലത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഉദുമ മണ്ഡലത്തിൽ 1987 KP കുഞ്ഞിക്കണ്ണനും കാഞ്ഞങ്ങാട്ട് മനോഹരൻ മാസ്റ്ററും വിജയിച്ചതാണ് കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടം. ഇതിനുശേഷം CPM കൈവശം വെച്ചിരുന്ന ഉദുമ മണ്ഡലത്തിൽ K നീലകണ്ഠൻ നേടിയ തിളക്കമാർന്ന വിജയം നിർണായകമായെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷമായി കേരളത്തിൽ നടന്ന ജനദ്രോഹ ഭരണത്തിനെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ മറുപടിയാണ് ഈ വിജയം. ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. മഞ്ചേശ്വരത്തും കാസർഗോട്ടും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫും കാസർഗോഡ് കലക്ടർ മാഹിൻ ഹാജിയും ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിനു ശേഷം തുടർച്ചയായി LDF വിജയിച്ചിരുന്ന സാഹചര്യത്തിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നേടിയ അട്ടിമറി വിജയം പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ AKM അഷ്റഫായാലും കലക്ടർ മാഹിൻ ഹാജി സാഹിബായാലും K നീലകണ്ഠനായാലും ഷൈജി ഓട്ടപ്പള്ളി ആയാലും സന്ദീപ് വാര്യർ ആയാലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വളരെ മികവുറ്റ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ കൂടെ നിർത്തി ജനങ്ങളുടെ സ്വീകാര്യത പിടിച്ചുപറ്റുവാൻ, വോട്ടർമാരുടെ സ്വീകാര്യത പിടിച്ചുപറ്റുവാനും സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഞ്ഞങ്ങാട് UDF തോറ്റാലും ഭൂരിപക്ഷം കുറക്കുവാൻ നമുക്ക് അവിടെ സാധിച്ചത്. ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1987 നമുക്ക് ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അന്ന് I രാമറായി MP മൺമറഞ്ഞു പോയി. അദ്ദേഹമായിരുന്നു അന്നത്തെ DCC അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അന്ന് KP ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ KP കുഞ്ഞിക്കണ്ണൻ അവർ ഉൾപ്പെടെ, മനോഹരൻ മാസ്റ്റർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ 2 MLA-മാരായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹം 2 തെരഞ്ഞെടുപ്പിലും വലിയ വോട്ടിന് വിജയിച്ചു. അതിനു പുറമെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഉദുമയിൽ ശ്രീ K നീലകണ്ഠൻ വിജയിച്ചതോടുകൂടി തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ വിജയിച്ചതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും 2 MLA-മാർ ഇപ്പോൾ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്ത് തലം തൊട്ട് ജില്ലാതലം വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതും UDFലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഏകോപനവും വിജയത്തിന് നിർണായകമായതായും PK ഫൈസൽ പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടും നന്ദി രേഖപ്പെടുത്തുന്നതായും ഭാവിയിൽ വികസന പദ്ധതികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഫൈസൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 3 നഗരസഭകളിലും 19 പഞ്ചായത്തുകളിലും UDFന് ഭൂരിപക്ഷം. മത്സരിച്ച 5 MLA-മാരിൽ 4 പേർ കന്നിക്കാരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ തൃക്കരിപ്പൂരിൽ ഉൾപ്പെടെ വിജയിച്ച് ചരിത്രം കുറിച്ച UDFന് പഞ്ചായത്തു തല കണക്കിലും വലിയ മുന്നേറ്റം. ഇടതുപക്ഷം ഭരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലും നീലേശ്വരം നഗരസഭയിലും ഭൂരിപക്ഷം UDFന്. ഇതോടെ ജില്ലയിലെ 3 നഗരസഭകളിലെയും മേൽക്കൈ UDFനായി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കണക്കെടുത്താൽ വാർഡ് ബലത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് ഇരു മുന്നണികളും. എന്നാൽ ആകെയുള്ള 34 വാർഡുകളിൽ 21 വിജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്ന നഗരസഭയാണ് നീലേശ്വരം. ഈ നഗരസഭയിൽ UDF ആധിപത്യം നേടിയത് CPM-ലുണ്ടാക്കിയ ഞെട്ടൽ കുറച്ചൊന്നുമല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 18 പഞ്ചായത്തുകളും 1 നഗരസഭയുമാണ് UDFന് കിട്ടിയിരുന്നത്. 15 പഞ്ചായത്തുകളും 2 നഗരസഭയുമായിരുന്നു ഇടതുമുന്നണിക്ക് ലഭിച്ചത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനേക്കാൾ മികവാണ് UDF കാഴ്ചവെച്ചത്. അവർക്ക് 3 നഗരസഭകൾക്കൊപ്പം 19 പഞ്ചായത്തുകളിലും മേൽക്കൈ നേടാനായി. അതേസമയം ഇടതുപക്ഷത്തിനാകട്ടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലും നിലനിർത്താനായില്ല. 2 നഗരസഭകളിൽ മേൽക്കൈ നഷ്ടമായെന്ന് മാത്രമല്ല 12 പഞ്ചായത്തുകളിലൊതുങ്ങി അവരുടെ ഭൂരിപക്ഷം. ഇടതുപക്ഷം ഭരിക്കുന്ന വെസ്റ്റ് എളേരി, പടന്ന, ഉദുമ, പള്ളിക്കര പഞ്ചായത്തുകളിലാണ് UDF മുന്നേറ്റമുണ്ടാക്കിയത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ CPM-ന്റെ കരുത്തുറ്റ കോട്ടകളിൽ പലയിടത്തും പ്രതീക്ഷിച്ചത്ര ഭൂരിപക്ഷം നേടാൻ ഇടതുമുന്നണിക്കായില്ല. കയ്യൂർ ചീമേനിയിൽ 7500 വോട്ടിലധികം ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിടത്ത് 6291 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ചെറുവത്തൂരിൽ 2000-ലധികം വോട്ട് ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് 1000-ൽ താഴെയായി.
കൂടുതൽ ഭൂരിപക്ഷം LDFന് കിട്ടിയ പഞ്ചായത്തുകളിലൊന്ന് പിലിക്കോടാണ്. അവിടെയും 1000 വോട്ടിന്റെ കുറവ് വന്നെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VPP മുസ്തഫയുടെ പഞ്ചായത്തായ തൃക്കരിപ്പൂരിൽ പോലും ആ മുന്നണിക്ക് പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിച്ചില്ല. അതേസമയം ഈസ്റ്റ് എലേരിയയിലും വെസ്റ്റ് എലേരിയയിലും പടന്നയിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് UDFന് ലഭിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വിജയിച്ച 5 MLAമാരിൽ 4 പേരും കന്നിക്കാരാണ്. ഇതിൽ 3 പേരും ആദ്യ മത്സരത്തിലാണ് വിജയിച്ചത്. കല്ലട്ര മാഹിനും K നീലകണ്ഠനും ഗോവിന്ദൻ പള്ളിക്കാപ്പിലും. നാലാമനായ സന്ദീപ് വാര്യർ 2021 ഷൊർണൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു. ജില്ലയിൽ 2 സിറ്റിംഗ് MLAമാരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. മഞ്ചേശ്വരത്ത് AK അഷ്റഫും ഉദുമയിൽ CH കുഞ്ഞമ്പുവും. ഇതിൽ അഷ്റഫ് വിജയിച്ചപ്പോൾ കുഞ്ഞമ്പു പരാജയപ്പെട്ടു. ഇതിൽ AK അഷ്റഫ് വിജയിച്ചപ്പോൾ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പരാജയപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീവ വീടിന്റെ താക്കോൽ ദാനവും സാംസ്കാരിക സമ്മേളനവും വ്യാഴാഴ്ച പാടി ചോക്കമൂലയിൽ നടക്കും. പൊയിനാച്ചിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച നീവ ആസ്ഥാന മന്ദിരം ഉൾപ്പെട്ട നീവ കോംപ്ലക്സിന്റെ ഉദ്ഘാടന കർമ്മം മെയ് 9-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UAEയിൽ സ്ഥാപിതമായ ജില്ലയിലെ പ്രവാസികളുടെ കുടുംബ കൂട്ടായ്മ നിവ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഗൃഹപ്രവേശനവും സംഘടനയുടെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വ്യാഴം ശനി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പാടി ചോക്കമൂലയിലാണ് ഗൃഹപ്രവേശം. പാടിയിലെ രമണി കമ്മട്ടയുടെ കുടുംബത്തിന് നീവ രാവണേശ്വരം മുൻ പ്രസിഡന്റ് മുരളീധരൻ നമ്പ്യാരാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 1 വർഷം ഒരു വീട് പദ്ധതിയുടെ ഭാഗമായി നീവ നിർമ്മിച്ചു നൽകുന്ന 13ാമത്തെ വീടാണിത്. പൊയിനാശിയിൽ പുതുതായി പണിത നീവ കോംപ്ലക്സ് ശനിയാഴ്ച 2 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം മനോജ് K ജയൻ വിശിഷ്ടാതിഥിയും ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ മുഖ്യാതിഥിയുമായിരിക്കും. കലാപരിപാടികളും ഗാനമേളയും ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിലെ ഹൃദയഭാഗം എന്ന് പറയുന്ന പൊയിനാച്ചിയുടെ ഭാഗത്ത് ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏകദേശം 4 കോടി രൂപയുള്ള ചിലവ് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ നീവയുടെ ഓഫീസും മറ്റുള്ള ഒരു ഹാള്, മിനി ഹാള്, അതുപോലെ തന്നെ നീവയുടെ സ്ഥാപനമായ റെയിൻബോ ടൂറിസത്തിന്റെ ഓഫീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെയും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, ഒരു കോംപ്ലക്സ് ആണ്, ബിൽഡിംഗ് കോംപ്ലക്സ് ആണ്. വേണുഗോപാൽ പാലക്കാൽ, രാധാകൃഷ്ണൻ നായർ ചാത്തങ്കൈ, V നാരായണൻ നായർ, ശ്രീജേഷ് വള്ളിയോടൻ, സുരേഷ് V ചാത്തങ്കൈ, അശോകൻ ഇടയില്യം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF നേടിയ ഉജ്ജ്വല വിജയത്തിൽ ചൌക്കിയിൽ ചായ സൽക്കാരം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരൻകൈ ഉദ്ഘാടനം ചെയ്തു. UDF 102 സീറ്റ് നേടി ചരിത്ര വിജയം നേടിയതിലും കാസർഗോഡ് ചരിത്രഭൂരിപക്ഷം നേടിയ കല്ലട്ര മാഹിൻ ഹാജിയുടെ വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് ചൌക്കി GCC KMCC ചൌക്കി മേഖലാ കമ്മിറ്റിയും ചൌക്കിയിൽ ചായ സൽക്കാരം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരൻകൈ ഉദ്ഘാടനം ചെയ്തു. ഷുക്കൂർ മുക്രി അധ്യക്ഷത വഹിച്ചു. കരീം ചൌക്കി സ്വാഗതം പറഞ്ഞു. സിദ്ദിഖ് ബേക്കൽ, KA അബ്ദുള്ള കുഞ്ഞി, ഹനീഫ് ചേരൻകൈ, കബീർ കമ്പാർ, മുഹമ്മദ് കുന്നിൽ, നൂറുദ്ദീൻ കോട്ടക്കുന്ന്, AK ഷാഫി, അസീസ് മൊഗർ, അഷ്റഫ് KB, മഹമ്മൂദ് കുളങ്കര, നജീബ് കുന്നിൽ, മൂസ ബാസിദ്, ഹനീഫ് ബദ്രിയ, ജീലാനി കല്ലങ്കൈ, ഹമീദ് SH, ബഷീർ മൂപ്പ, ഇർഷാദ് സോയ ലത്തീഫ്, സമീന സിദ്ദിഖ്, അബ്ദുൾ റഹ്മാൻ, കരീം കുന്നിൽ, ഉസ്മാൻ കല്ലങ്കൈ, സത്താർ കോട്ടക്കുന്ന്, ബഷീർ ഗ്യാസ്, നസീർ PM എന്നിവർ സംബന്ധിച്ചു. അഷ്റഫ് കുളങ്കര, മുഹമ്മദ് കുഞ്ഞി മദ്രസ വളപ്പ്, സുലൈമാൻ ചൌക്കി, അസൈനർ ചൌക്കി, ഷിയാബ് അർജാൽ, സക്കീർ KK, സിറാജ് പോസ്റ്റ്, സാബിദ് ചൌക്കി, സഹീർ അർജാൽ, അൽത്താഫ് ചൌക്കി, നാച്ചു ചൌക്കി, സമീർ KK പുറം, സലാം കുഞ്ഞാലി, സുലൈമാൻ തൊരവളപ്പ്, ഇസ്മായിൽ ചൌക്കി, അജ്മൽ അർജാർ, അഹമ്മദ് ഗ്രീൻ, അബ്ബാസ് മുംബൈ, സൈനു മൂന്നുകണ്ടം, സത്താർ തൊരവളപ്പ്, നവാസ് കല്ലങ്കൈ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നേതൃത്വത്തിൽ ഫുട്ബോൾ പരിശീലനത്തിനായി സ്ഥിരം ഗോൾ പോസ്റ്റ് യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളിൽ കായികക്ഷമതയും വ്യക്തിത്വ വികാസവും വളർത്തുന്നതിൽ ഫുട്ബോളിന് ഏറെ പ്രാധാന്യമുണ്ട്. ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുന്നതിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ രാവണേശ്വരം പ്രദേശത്തെ കായിക സംഘടനകളും കായിക പ്രേമികളും ഏറെ മുന്നിലാണ്.
ഫുട്ബോളിൽ ശാസ്ത്രീയമായ പരിശീലനം ഒരുക്കുന്നതിന് അനുകൂലമായ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും മറ്റും അഭാവം നിലനിന്നിരുന്നു. സ്കൂൾ PTA നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്ഥിരമായ ഗോൾ പോസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ഗോൾ പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സബീഷ് നിർവഹിച്ചു. ശാസ്ത്രീയമായി പഠിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ MLA ഫണ്ടിന്റെ ഭാഗമായി നമുക്ക് ഗ്രൗണ്ട് നവീകരണത്തിനുള്ള ചില ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചു. ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്യം വന്നിട്ടുള്ള പണം കുട്ടികളുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കുന്നത്. നിങ്ങൾ എല്ലാ വർഷവും കണ്ടിട്ടുണ്ടാവും, ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഗോൾ പോസ്റ്റാണ് നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളത്. അതൊരു വർഷം കഴിയുമ്പോൾ അത് പോവും, അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതി. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. ഇന്നത്തോടു കൂടി അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇനിയും നമ്മുടെ സ്കൂളിന്റെ വളർച്ചയ്ക്ക്, കായിക വളർച്ചയ്ക്ക് ഇതുപോലെയുള്ള ഇടപെടൽ നമുക്ക് അനിവാര്യമാണ്. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട്, അജാനൂർ പഞ്ചായത്ത് മെമ്പർ A. തമ്പാൻ, സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീരേഖ, ശശി ചിരക്കൽ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രിയ സ്വാഗതവും പ്രിൻസിപ്പൽ പ്രിയ സ്വാഗതം പറഞ്ഞു. സ്കൂൾ PTA നേതൃത്വത്തിൽ നടന്നുവരുന്ന കായിക ക്യാമ്പുകളുടെ ഭാഗമായി ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും മത്സരങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച പ്രമുഖ പൂരക്കളി മറത്തുകളി ആചാര്യനായ ദാമോദര പണിക്കർ കാഞ്ഞങ്ങാടിനെ വെള്ളിക്കോത്ത് വീണച്ചേരി ശ്രീ വടക്കേ വീട് തറവാട് അംഗങ്ങൾ തറവാട് അങ്കണത്തിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കേരള പൂരക്കളി അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച പ്രമുഖ പൂരക്കളി മറത്തുകളി ആചാര്യനായ ദാമോദര പണിക്കർ കാഞ്ഞങ്ങാടിനെ വെള്ളിക്കോത്ത് വീണച്ചേരി വടക്കേ വീട് തറവാടംഗങ്ങൾ തറവാടങ്കണത്തിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. തറവാട്ടിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വിഷയങ്ങളൊക്കെ കൂടിയിട്ട് എന്നെ ഒന്ന് ആദരിക്കണം എന്ന രീതിയിൽ അത് ഈ പ്രതിഷ്ഠാ ദിവസത്തിൽ വേണമെന്നുള്ള രീതിയിലൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനിവരുടെ ഭാഗമാണെങ്കിൽ പോലും ഞാനതിൽ സമ്മതിക്കുകയുണ്ടായത്. അപ്പോൾ എനിക്ക് ഒരുപാട് ആദരവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, എണ്ണമറ്റ ആദരവുകൾ. ഏതാണ്ട് ഒരു 100-300ഓളം ആദരവുകളും അതുപോലെ തന്നെ അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം ലഭിച്ച ഒരു പുരസ്കാരമാണ് നമ്മുടെ ഈ പൂരക്കളി മറത്തുകളിക്ക് ഞാൻ നൽകിയ സംഭാവനകളെ, ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ലേഖനങ്ങൾ, അതിനുവേണ്ടി നടത്തിയ പ്രചാരങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് എനിക്ക് സമഗ്ര സംഭാവന പുരസ്കാരം തരാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു. തറവാട് കാരണവർ ഡ്രൈവർ കുട്ട്യൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജൻ മൊട്ടമ്മൽ സ്വാഗതം പറഞ്ഞു. ഗംഗൻ മാണിക്കോത്ത്, രാഘവൻ K, ചന്ദ്രൻ കുളവയിൽ, ബാലകൃഷ്ണൻ കടപ്പുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ ഭാഗത്ത് കാസർഗോഡ് ജംഗ്ഷൻ മുതൽ പാണത്തൂർ ജംഗ്ഷൻ വരെ 9 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന് ആവശ്യം. BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ റിലേ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. മാവുങ്കാൽ ഭാഗത്ത് കാസർഗോഡ് ജംഗ്ഷൻ മുതൽ പാണത്തൂർ ജംഗ്ഷൻ വരെ 9 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് നിർമ്മിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ റിലേ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ വേണുഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും സൂചിപ്പിച്ച മാതിരി 2021 തന്നെ ഇവിടെ ഇങ്ങനെയൊരു കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. എന്തോ ചില കാരണങ്ങളാൽ അത് പ്രതീക്ഷിച്ച മാതിരി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഏതായാലും
വൈകിയെന്ന് വിചാരിക്കാതെ ഇനിയെങ്കിലും അങ്ങോട്ടുള്ള പ്രവർത്തനം വളരെ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. പ്രശസ്ത നിരൂപകനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ശ്രീ സുകുമാർ അഴീക്കോട് എക്സ്പ്രസ് ഹൈവേ വരുന്ന അവസരത്തിൽ പറയുകയുണ്ടായി, കേരളം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഗ്രാമങ്ങൾ അതുപോലെ പട്ടണങ്ങളിൽ തന്നെ ഒരു വശം ഇല്ലാതായ അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. നമ്മൾ അധികം ദൂരം പോകേണ്ടതില്ല. ഇന്നത്തെ മാവുങ്കാലിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാവുന്നതാണ്. എ വേലായുധൻ, ജുകേഷ്, പ്രശാന്ത് സൗത്ത്, ബാബു KC, അനന്തൻ, പ്രദീപ് M, ഭരതൻ കല്യാൺ റോഡ്, ഗിരീഷ് കാട്ടുകുളങ്ങർ, രവീന്ദ്രൻ മാവുങ്കാൽ, സുനിൽ, ഉണ്ണികൃഷ്ണൻ, M ബൽരാജ് എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം സെക്രട്ടറി വൈശാഖ് സ്വാഗതം പറഞ്ഞു. BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് P അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധിച്ചു. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ തീരപ്രദേശത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതിനെ തുടർന്ന് വീണ്ടും ദുരന്തം. തിരമാലയിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങി. തൃക്കരിപ്പൂർ പടന്ന സംഘർഷം. CPM പടന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഒഴികെ വൻ വോട്ട് ചോർച്ച. കൂടുതൽ കുറവുണ്ടായത് മഞ്ചേശ്വരത്ത്. കാസർഗോഡ് ജില്ലയിൽ UDFന്റെ വോട്ട് വിഹിതം 22% കൂടി. NDAക്ക് 8.13% കൂടിയപ്പോൾ LDFന് 9.58% കുറവ്. കാസർഗോഡ് ജില്ലയിൽ 3 നഗരസഭകളിലും 19 പഞ്ചായത്തുകളിലും UDFന് ഭൂരിപക്ഷം. മത്സരിച്ച 5 MLAമാരിൽ 4 പേർ കന്നിക്കാർ. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് 87-ലെ സുവർണ കാലത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ഘടക കക്ഷികൾ തമ്മിലുള്ള ഏകോപനവും വിജയത്തിൽ നിർണായകമായെന്നും PK ഫൈസൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.